ഇന്ന് നമ്മൾ സ്ട്രെയിൻ ആൻഡ് ടൈപ്പ് ഓഫ് സ്ട്രെയിനിനുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിനിൻ്റെ ബേസിക് ഡെഫിനേഷനാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ dimension and original dimension. ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആൻസർ ചെയ്യും അല്ലേ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ നോക്കാം ഈ ഡയമെൻഷൻ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ക്വാണ്ടിറ്റി ദാറ്റ് ഗിവ്സ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ സൈസ് ഡിറ്റർമിൻ ചെയ്യാൻ, സൈസ് ഗവൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഡയമെൻഷൻ വിളിക്കുക. ഫോർ എക്സാമ്പിൾ ലെങ്ത്, അത് നമുക്കൊരു ഡയമെൻഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഒബ്ജക്റ്റ്, ഒരു ലൈൻ, ഒരു വയർ എടുക്കും. വയറിനെ സംബന്ധിച്ച് അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് അതിൻ്റെ ലെങ്താണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അങ്ങനെയല്ല, അത്യാവശ്യം സൈസുള്ളൊരു വയർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു റോഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ റോഡും പോരാ, കുറച്ചും കൂടെ ഒരു ഷാഫ്റ്റ് എന്ന് പറയാം. ഒരു ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊരു ഡയമെൻഷനാണ്. ഇപ്പോൾ ലെങ്തും ഉണ്ട്, ഏരിയ ഡയമെൻഷനും ഉണ്ട്. ഇനി അതേപോലെ വോളിയം, അത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ലിക്വിഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതിനെ ഗവേൺ ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ഡയമെൻഷൻ ഒരു വോളിയമാണ്. എത്ര ലിറ്റർ ഓഫ് വാട്ടർ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ, ഡീസൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഡയമെൻഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഡയമെൻഷൻ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ലെങ്ത്, മറ്റൊന്ന് ഏരിയ, മറ്റൊരു വോളിയം. ഇത് മനസ്സിലുണ്ടായിരിക്കണം. ശരി, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു റോഡുണ്ട്. റോഡെന്ന് പറയുമ്പോൾ ഒരു ഏരിയ ക്രോസ് സെക്ഷൻ വളരെ ചെറുതായിട്ടുള്ള വയർ പോലുള്ള എലമെൻറ്റ് നമ്മൾ റോഡെന്ന് വിളിക്കുക കേട്ടോ. ശരി, അപ്പോൾ റോഡിനെ സംബന്ധിച്ച് അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലുള്ള ടെൻസൈൽ ലോഡോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു ടെൻസൈൽ ലോഡ് കൊടുക്കുകയാണ്, സ്വാഭാവികമായിട്ടും ഈ വയർ എന്ത് ചെയ്യും, എലോങ്ങേറ്റ് ചെയ്യും അല്ലേ. ഇത് കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഈ റോഡ് എലോങ്ങേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനിഷ്യലി ഇതിനൊരു ലെങ്ത് ഉണ്ടായിരുന്നു. സോ ഇതതിൻ്റെ ഇനിഷ്യൽ ലെങ്ത് L0 നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഫോഴ്സ് കാരണം, ഈ പുള്ളിങ് ഫോഴ്സ് കാരണം, അല്ലെങ്കിൽ ടെൻസൈൽ ലോഡിങ് കാരണം ഇതിൻ്റെ ലെങ്ത് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നൗ ഇറ്റ് ഇസ് L', L0 അല്ല അല്ലേ, ഈ ലെങ്ത് L' ആയിട്ട് മാറി. അപ്പം ഫൈനൽ ലെങ്തും ഇനിഷ്യൽ ലെങ്തും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായതുകൊണ്ട് ലെങ്ത് സംഭവിച്ചത് ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി ഈക്വൽ ടു ഫൈനൽ ലെങ്ത് മൈനസ് ഇനിഷ്യൽ ലെങ്ത്. ഓക്കെ, അതാണ് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുക. ഒറിജിനൽ ലെങ്ത് L0 ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ സാധാരണ എപ്സിലോണിനുള്ള ഈ ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ ലെങ്ത്, ദാറ്റ് ഈസ് L' മൈനസ് L0 ഡിവൈഡ് ബൈ L0 വാല്യൂ. സാധാരണ ഇത് നമ്മൾ ഡെൽറ്റ L എന്ന് എഴുതാറുണ്ട് ചേഞ്ച് ഇൻ ലെങ്തിന്, ഡിവൈഡ് ബൈ L0. അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ സ്ട്രെയിൻ ആയിട്ട് നമ്മൾ എടുക്കാം. ലീനിയർ എന്ന് പറയാൻ കാര്യം ലെങ്തിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. സോ ലീനിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എന്ന് പറയുന്ന ഡയമെൻഷനിലും ഇതേ കാര്യം ഡിസ്കസ് ചെയ്യാമല്ലോ ആണ്. അപ്പോൾ നമ്മൾ സൂപ്പർഫിഷ്യൽ സ്ട്രെയിൻ അഥവാ ഏരിയ സ്ട്രെയിൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എലോങ്ങേറ്റ് ചെയ്യുകയോ കംപ്രസ്സോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയയ്ക്ക് മാറ്റം വരുന്നുണ്ടാവും. ഇങ്ങനൊരു ഏരിയ ആയിട്ട് മാറും. അപ്പോൾ നേരത്തെ AB എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായി മാറിയത് A', B' ആയി മാറി. അപ്പോൾ ഏരിയ, ഇനിഷ്യൽ ഏരിയ A0 എന്ന് പറഞ്ഞാൽ A×B അല്ലേ, റെക്റ്റാങ്കിളാണ്. ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കും, നീളം ഇൻറ്റു വീതി വരും. അപ്പോൾ ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് A' എന്ന് പറയുന്നത് എന്തായിരിക്കും, A', B' ഇങ്ങനെ വരും. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ A എന്ന് പറയുന്നത് എന്തായിരിക്കും, A' മൈനസ് A0. അപ്പോൾ സ്ട്രെയിൻ ഓഫ് ഏരിയ, സൂപ്പർഫിഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ A ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ക്ലിയർ? സോ ദിസ് എ ഏരിയ സ്ട്രെയിൻ. അപ്പോൾ സൂപ്പർഫിഷ്യൽ സ്ട്രെയിൻ നമ്മൾ വിളിക്കാറുണ്ട്. സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ. ഓക്കെ, ഇതേപോലെ വോളിയത്തിലും വരാം അല്ലേ. നമുക്കൊരു വോളിയോമെട്രിക് കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്യൂബിക്കൽ ഓബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ ഏരിയ സൈഡ്സ് A, B, ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ C എന്ന് പറയുന്ന വിഡ്ത്ത് ഉണ്ട്.
അങ്ങനെയാണ് ഇനിഷ്യൽ വോളിയം V0 എന്ന് പറയുന്നത് A ഇൻറ്റു B ഇൻറ്റു C ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയോ ഒക്കെ ലോഡ് കൊടുക്കുക. പല രീതിയിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 3 ഡയമെൻഷൻ ലോഡിങ് കൊടുക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് ലോഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും ഒരേ ടൈപ്പ് സ്ട്രെസ് വരുന്ന കണ്ടീഷൻ, അല്ലെ പ്രഷർ വരുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് A' ഇൻറ്റു B' ഇൻറ്റു C' ആയിരിക്കും വരിക. അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? V' അല്ലെ V' മൈനസ് V0. ഇവിടെ കംപ്രസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ V0 വലുതായിരിക്കും. അതുകൊണ്ട് V0 മൈനസ് V' നമുക്ക് എടുക്കാം. സോ ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ലൈൻ, ചേഞ്ച് ഇൻ വോളിയം. അങ്ങനെയാണെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രെയിനാണ് പറഞ്ഞത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ സ്ട്രെയിൻ എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതും കേട്ടോ. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെ ചേഞ്ച് ഇൻ ഏരിയ എന്ന് മാത്രം സ്പെസിഫൈ ചെയ്ത് പറയരുത്. സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതാ ഈ ഇക്വേഷൻ എഴുതിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വാട്ട് ഈസ് സ്ട്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം എഴുതിയാൽ മതി. സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഫോർ എക്സാമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം സ്ട്രെയിൻ ആണ്. ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.